Hello friends, welcome back to Star Live Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൽ നിന്ന് ഇനി വരാൻ പോകുന്ന സ്മാർട്ട് ഫോൺ സീരീസ് ആണ് സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 20 സീരീസ്. അപ്പോൾ ആ ഒരു സീരീസിലെ ഗാലക്സി നോട്ട് 20 പ്ലസ് എന്ന ഡിവൈസിൻ്റെ ഇപ്പോൾ നമുക്ക് ലഭിച്ച ലീക്സ് ആൻഡ് റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കൺസെപ്റ്റ് വീഡിയോ ആണ്. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 20 സീരീസിൽ മിക്കവാറും 3 സ്മാർട്ട് ഫോണുകളായിരിക്കും വരാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 20, നോട്ട് 20 പ്ലസ്, അതുപോലെ തന്നെ നോട്ട് 20 അൾട്ര എന്ന ഡിവൈസ് കൂടി വരുന്നതായിരിക്കുമെന്നാണ് പുതിയ അപ്ഡേറ്റുകൾ. അപ്പോൾ നോട്ട് 20 പ്ലസ് എന്ന ഡിവൈസിൻ്റെ നമ്മുടെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിവൈസിൽ 6.9 ഇഞ്ചിൻ്റെ ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നോട്ട് 10 പ്ലസിലെ പോലെ തന്നെ ഒരു സെൻട്രൽ പഞ്ച് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് കൺഫേം ആയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസിൽ നമുക്കൊരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ HDR10+, ആൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നീ ഫീച്ചേഴ്സുകളൊക്കെ ഈ ഒരു ഡിവൈസിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഗോറില്ല ഗ്ലാസ് 6 ആയിരിക്കും ഈ ഒരു ഡിവൈസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമും ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഗാലക്സി നോട്ട് 20 പ്ലസ് എന്ന ഡിവൈസ് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് കൂടിയാണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് എക്സിനോസിൻ്റെ 992 എന്ന ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ 2 വേരിയൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൻ്റെ 865 എന്ന ചിപ്സെറ്റുമായിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 5G കണക്ടിവിറ്റി അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ കൺഫേം ആണ്. അതുപോലെ തന്നെ Android 10 ബേസിൽ 1 UI 2.1 ആയിരിക്കും ഈ ഒരു ഡിവൈസിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 12 GB 16 GB റാം വേരിയൻസ് വരുന്നതായിരിക്കും. ഇന്റേണൽ സ്റ്റോറേജ് നമുക്ക് 256 GB 512 GB അവൈലബിൾ ആയിരിക്കും. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ മെയിൻ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ പ്രൈമറി സെൻസർ 108 MP ആണ്, f1.8 ആണ് പെർസർ വരുന്നത്. പിന്നെ നമുക്കൊരു 13 MP ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 5x വരെ ഒപ്റ്റിക്കൽ സൂം, അതുപോലെ തന്നെ 50x വരെ ഹൈബ്രിഡ് സൂം ലഭിക്കുന്നതാണ്. നമ്മുടെ S20 അൾട്രയിൽ കണ്ട ആ ഒരു 100x വരെയുള്ള സ്പേസ് സൂം നമുക്ക് നോട്ട് 20 അൾട്രയിലും ലഭിക്കില്ല എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 50x വരെ സൂം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് നോട്ട് 20 പ്ലസ് എന്ന ഡിവൈസിലും വരുന്നത്. ഏകദേശം 50x വരെയാണ് നമുക്ക് ഹൈബ്രിഡ് സൂം ലഭിക്കുന്നത്. പിന്നെ ഒരു 12 MP ഒരു അൾട്രാ വൈഡ് ലെൻസ് കൂടി ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് 8K വീഡിയോസ് 24 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 4K വീഡിയോസ് 30 and 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാലക്സി നോട്ട് 20 പ്ലസ് എന്ന ഡിവൈസിൻ്റെ ഓവറാൾ റിയർ ക്യാമറ സെറ്റപ്പ്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 40 MP സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. f2.2 ആണ് പെർസർ വരുന്നത്. 4K വീഡിയോസ് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 30 and 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ലേറ്റസ്റ്റ് ആയി ലഭിച്ച ന്യൂസ് എന്ന് പറയുന്നത് ഏകദേശം 5000 mAh ബാറ്ററി ഈ ഒരു ഡിവൈസിൽ വരുമെന്നാണ്. നമ്മുടെ ഗാലക്സി നോട്ട് 10 പ്ലസിൽ 4300 mAh ബാറ്ററി ആയിരുന്നു. അപ്പോൾ ബാറ്ററി സെഗ്മെൻറ്റിൽ 5000 mAh വരുന്ന സമയത്ത് നല്ലൊരു അപ്ഗ്രേഡിങ് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഒരു 45 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ട്സിൻ്റെ ഒരു വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും പിന്നെ ഒരു നോർമൽ 9 വാട്ട്സിൻ്റെ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ USB Type-C പോർട്ട് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഓവറാൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാലക്സി നോട്ട് 20 പ്ലസ് എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കൺഫേം ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷം, അതായത് 2020 ഓഗസ്റ്റിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ്. സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 20 സീരീസും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഗാലക്സി ഫോൾഡ് 2 എന്ന സ്മാർട്ട് ഫോണും ഒരുമിച്ച് ഈ വരുന്ന ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പുതിയ അപ്ഡേറ്റുകൾ. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 1 ലക്ഷം രൂപയുടെ മുകളിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. സോ ഫ്രണ്ട്സ്, ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.